വെൽക്കം ടു രമ്യാസ് ഫാമിലി വ്ലോഗ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പ്രോഡക്റ്റിന്റെ യൂസർ റിവ്യൂ പറയാനായിട്ടാണ്. ആക്ച്വലി ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് ഓൺലൈൻ സൈറ്റിൽ നിന്ന്. അതുപോലെ യൂസ് ചെയ്ത് നോക്കുന്നതും ആദ്യമായിട്ടാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഒരു ത്രില്ലുണ്ട് എനിക്ക്. എന്താണ് റിസൾട്ട് എന്നറിയാനുള്ളൊരു എക്സൈറ്റ്മെന്റ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഇതാ, കറി ചീഫിന്റെ തലപ്പാക്കട്ടി ബിരിയാണി കിറ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇവിടുത്തെ ഓൺലൈൻ സൈറ്റിൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം അല്ലാതെ ഡെലിവറി ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. അവരുടെ ഓൺലൈൻ സൈറ്റിൽ ഓൺലൈൻ ഡെലിവറി ആയിട്ടാണ് നമ്മളിത് മേടിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് തലപ്പാക്കട്ടി ബിരിയാണി കിറ്റാണ്. ഇതിൽ നമ്മൾ അഡീഷണൽ ചേർക്കണം എന്നവർ പറഞ്ഞിരിക്കുന്നത് ചിക്കനും വെള്ളവും മാത്രമാണ്. ബാക്കിയെല്ലാം ഇതിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇത് സംഭവം എന്ന് പറയുന്നത് ഒറിജിനൽ ബിരിയാണിയുടെ ടേസ്റ്റ് ഇതിൽ വരുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. നമുക്കറിയില്ല, നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം നമ്മളിത് ഉണ്ടാക്കിയതിന് ശേഷം, ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ടേസ്റ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പറയുന്നതായിരിക്കും. കാരണം നമ്മൾ തലപ്പാക്കട്ടി ബിരിയാണി ഷോപ്പിൽ പോയി തന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ കഴിച്ചിട്ടുള്ളത് കൊണ്ട് ആ ടേസ്റ്റ് നമുക്കറിയാം. അപ്പം എങ്ങനെയാണെന്നുള്ള വ്യത്യാസം നമ്മൾ എന്തായാലും റിവ്യൂ ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ റിട്ടോർ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ പാക്കേജിങ് ചെയ്തിരിക്കുന്നത്. ചിലരെങ്കിലും വിചാരിക്കും ഇപ്പം ഇതിന്റെ മസാലയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഒരു വർഷം വരെയൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഇത്രയും ദിവസം ചീത്തയാവാതെ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിന് റിട്ടോർ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റിട്ടോർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ പലർക്കും അറിയത്തില്ല, കുറച്ചു പേർക്ക് അറിയായിരിക്കും. എന്നാൽ പോലും ഞാൻ പറയാം. റിട്ടോർ ടെക്നോളജി എന്ന് പറയുന്നത് ഭക്ഷണവും പാക്കേജും ഹൈ ടെമ്പറേച്ചറിൽ വച്ചതിന് ശേഷം അത് നമ്മുടെ തണുപ്പിച്ച് നമ്മളെ റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുന്ന ഒരു പ്രോസസ്സാണ് റിട്ടോർ ടെക്നോളജി എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ചീത്തയാവാനുള്ള ചാൻസസ് വളരെ വളരെ കുറവാണ്. പ്രിസർവേറ്റീവ്സ് ഇല്ല എന്നതിൽ അവകാശപ്പെടുന്നുണ്ട്. അപ്പോഴാണ് എല്ലാവരും ചിന്തിക്കുക ഇത് എങ്ങനെയാണ് ചീത്താവുന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ റിട്ടോർ ടെക്നോളജി എന്താണ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ആക്ച്വലി നേരത്തെ ഓപ്പൺ ചെയ്തത് കേട്ടോ. ഇതിന്റെ കൂടെ നമുക്കൊരു ചിക്കൻ 65ന്റെ ഒരു മസാല കിട്ടുന്നുണ്ട്. നമ്മൾ ചിക്കനിൽ മസാല തട്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇതാണ് ദിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി കിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഒരു 15 മിനിറ്റ് മതി എന്നാണ് പറയുന്നത്. നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാം എത്ര മിനിറ്റ് എടുക്കുന്നത്. നൂഡിൽസ് നമുക്ക് 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 10 മിനിറ്റ് ആയാലും നൂഡിൽസ് വേവാറില്ല. അതുകൊണ്ട് നമുക്കിതും നോക്കാം. നമ്മൾ ഇതിൽ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൊന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഒരു കിറ്റില് ഇത്രയും പ്രൈസ് ആണ് വരിക. ഇതൊരു 50 ഗ്രാംസ് തന്നെ വരത്തുള്ളൂ എന്ന് തോന്നുന്നു പ്രൈസ് വരുന്നത്. ഇത് 2 പേർക്ക് കഴിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. 2 പേഴ്സൺസിന് കഴിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഈ ഒരു പാക്കറ്റ് 2 പേർക്ക് എന്നാണ് പറയുന്നത്. ഒരു പാക്കറ്റിൽ നിന്ന് നമുക്ക് 1 kg ബിരിയാണി വരെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. 1 kg എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ തലപ്പാക്കട്ടി ബിരിയാണി വാങ്ങുമ്പോൾ 1 kg എത്ര കിട്ടും എന്നുള്ളത് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അതിന്റെ 1 kg ആയിരിക്കണം അവർ ഉദ്ദേശിക്കുന്നത്. ഇതാണ് അതിന്റെ മസാല എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ റിട്ടോർ മെത്തോളജി ഉപയോഗിച്ചിരിക്കുന്നത് ഈ പാക്കറ്റിലാണ്. ഓക്കെ, ഇതെങ്ങനെയാണ്, ഇതിന്റെ സ്മെൽ എന്താണ് എന്നൊന്നും അറിയില്ല. കുറച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അവർ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം അവർ പറഞ്ഞിട്ടുണ്ട് 5-10 മിനിറ്റ് റൈസ് ഒന്ന് സോക്ക് ചെയ്യാനിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് തട്ടിയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കുതിരാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചൊരു 5-10 മിനിറ്റ് നമ്മളൊന്ന് വച്ചിരിക്കുവാണ്. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ 65ന്റെ മസാല റെഡിയാക്കാം. അപ്പോൾ ഓൾറെഡി അവർ തന്നിട്ടുള്ള ആ മസാല ഒരു പ്ലേറ്റിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ പൊടി പോലെ ആട്ടോ ഇരിക്കുന്നത്. സോ വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് കുഴച്ച് നല്ല മസാല പരുവത്തിലാക്കി എടുക്കുക. നമുക്ക് 65ന് ആവശ്യമായിട്ടുള്ള മസാലയുടെ ആ കൺസിസ്റ്റൻസിയിൽ നമ്മൾ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം.
മസാല നന്നായിട്ട് പിടിച്ചു വരുമ്പോഴത്തേക്ക് അതിൽ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ചിക്കൻ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ദിണ്ടിഗൽ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മളൊരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ മസാലയാണ് തട്ടാൻ പോകുന്നത്. ബിരിയാണിയുടെ മസാല അവർ തന്നിരുന്ന മസാല നമ്മൾ തട്ടാൻ പോവാണ്. ഈ തട്ടിയപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞ ദിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണിയുടെ ആ സെയിം മണം കേട്ടോ നമുക്ക് കിട്ടുന്നത്. അതേ സെയിം മണമാണ് നമ്മുടെ മുക്കിലോട്ട് അടിച്ചു കയറുന്നത് കേട്ടോ. നല്ല മണമായിരുന്നു അതിൻ്റെ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല ഇട്ടതിന് ശേഷം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന റൈസ് കൂടെ എടുത്തിട്ട് കൊടുക്കാം. റൈസ് ഇട്ട് ആവശ്യത്തിന് വാട്ടറിന്റെ അളവ് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ അളവനുസരിച്ച് മാത്രം നമ്മൾ വെള്ളം ഒഴിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു 3 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതവിടെ ഇരുന്ന് വിസിലാക്കട്ടെ. നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. 65 വെക്കണ്ടേ? അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചിക്കൻ 65 നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എടുത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഇപ്പം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കോരാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചിക്കൻ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ 65ൻ്റെ മണം നല്ല രീതിയിൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബിരിയാണി തുറന്ന് നോക്കാം. നല്ല മണി വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഇച്ചിരി വെള്ളം കൂടിപ്പോയി കേട്ടോ. അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ദിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണിയുടെ ടേസ്റ്റ് ഒക്കെ ഒരാളെ എത്തിയിട്ടുണ്ട്. സൂപ്പർ. അടിപൊളിയാണോ? അടിപൊളിയാണ്. സെയിം ടേസ്റ്റ് തന്നെയാണോ? ഏകദേശം. ഇനി പ്രിപ്പറേഷന് വെള്ളത്തിന്റെ എന്തോ ഇതാണെന്ന് തോന്നുന്നു. വെള്ളം ഒരല്പം കൂടി പോയെന്ന് തോന്നുന്നു താങ്കൾ വെച്ചു. ബാക്കി ഒക്കെയാണ് ടേസ്റ്റ് അത് തന്നെയാണ്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഇത് ഒറിജിനൽ തലപ്പാക്കട്ടി ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് ഇച്ചിരി കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു വെള്ളം കൂടി പോയതിൻ്റെ. ഞാൻ അവർ പറഞ്ഞതിനേക്കാൾ അല്പം വെള്ളം കൂട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇഷ്യൂ ആയിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് വാങ്ങി ട്രൈ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.